എന്തൊക്കെ ചെയ്തിട്ട് അക്കൗണ്ട് ബ്ലോ കുറച്ച് കമൻസ് ചെയ്യണം. എങ്ങനെയൊക്കെ ട്രേഡ് എടുത്തിട്ട് ബ്ലോ ചെയ്തു പോകണം. എനിക്ക് അങ്ങനെയുള്ളവരോട് ഒരു ടിപ്പ് തരാനുണ്ട്. നിങ്ങൾ ബ്രേക്ക് എടുക്കുക ഗൈസ്. ബ്രേക്ക് എടുക്കാന്ന് മാത്രമല്ല, നിങ്ങൾ ബ്രേക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 30 days ബ്രേക്ക് എടുക്കുക. അതിൽ നിങ്ങൾ സ്വന്തമായിട്ട് വിലയിരുത്തുക എന്ത് മിസ്റ്റേക്കാണ് ചെയ്തത്. നിങ്ങൾ ഒരു കാരണവശാലും ഇമോഷണലി റിയാക്ട് ചെയ്യാതിരിക്കുക. ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ട സംഭവം അങ്ങനെയുള്ള, അതായത് അക്കൗണ്ട് ബ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. നിങ്ങൾ പഠിക്കേണ്ട ഒരു സംഭവം എന്താ വെച്ചാൽ, നിങ്ങൾ ഇമോഷണലി റിയാക്റ്റ് ആവാതിരിക്കുക. ഇമോഷണലി നോൺ റിയാക്ഷൻ പ്രാക്ടീസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു അടുത്ത 30 ദിവസത്തേക്കെങ്കിലും നിങ്ങൾ ഇമോഷണലി നോൺ റിയാക്റ്റ് ആവാതിരിക്കുക. അതായത് നിങ്ങളെ ലൈഫിൽ, ഓക്കെ, നിങ്ങൾ ട്രേഡിങ്ങിലല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളെ സ്വന്തം ലൈഫിൽ നിങ്ങൾ വിലയിരുത്താം. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഓവർ റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളെ ഫ്രണ്ട്സ് നിങ്ങളെ കളിയാക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, നിങ്ങൾ അനാവശ്യമായിട്ട് പല പല ഏരിയയിൽ നിങ്ങളെ ഇമോഷൻസ് നിങ്ങൾ വെറുതെ നിങ്ങൾ നെർവസ് ആവും. നെർവസ് സിസ്റ്റം വെറുതെ നിങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കും. ആ സംഭവം നിങ്ങൾ ഒഴിവാക്കാം. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാം. ഇമോഷണലി ബാലൻസ്ഡ് ആവുക. അതായത് അനാവശ്യമായിട്ട് വെറുതെ റിയാക്ട് ചെയ്യാതിരിക്കുക. ഇമ്പൾസീവ് റിയാക്ഷൻ ഒഴിവാക്കുക. അത് നിങ്ങളെ പാരൻസിനോടായാലും ശരി, ഫ്രണ്ട്സിനോടായാലും ശരി, നിങ്ങൾ അനാവശ്യമായിട്ട് ഇമ്പൾസീവ് റിയാക്ഷൻ നിങ്ങളെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ട്രേഡിങ്ങിലും എഫക്റ്റ് ചെയ്യും. നിങ്ങൾ ട്രേഡിങ് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളെ സ്വന്തം ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മെസ്സേജിന് മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യന് ഉത്തരം കൊടുക്കുന്ന സമയത്തൊക്കെ ചെറുതായിട്ട് പാസ് ചെയ്യുക, ഒന്ന് ആലോചിക്കുക, ഓക്കെ, എന്നിട്ട് മറുപടി കൊടുക്കുക. വെറുതെ ബ്രെയിൻ കണക്റ്റ് ആവാതെ ഇമോഷൻ്റെ മേലെ റിയാക്ട് ചെയ്യാതിരിക്കുക, സംസാരിക്കാതിരിക്കുക. അതേപോലെ തന്നെ വെറുതെ അനാവശ്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങളെ വെറുതെ അനാവശ്യമായിട്ട് അങ്ങനെ ഒരു എനർജി നിങ്ങൾ വേസ്റ്റ് ചെയ്യണം. അനാവശ്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാതിരിക്കുക. ഡിഫെൻഡ് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ ഡിഫെൻസ് ചെയ്യുക. പക്ഷെ അനാവശ്യമായിട്ട് ഇമ്പൾസീവായിട്ട് നമ്മളിങ്ങനെ വെറുതെ നമ്മളെ സെൽഫ് ഡിഫെൻസ് മോഡിലേക്ക് വന്ന് അതിങ്ങനെ അനാവശ്യമായിട്ട് നമ്മൾ വെറുതെ എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും നിൽക്കണ്ട. ഇത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്താൽ എന്നിട്ട് നിങ്ങൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ദിസ് വിൽ ഹാവ് എ ഹ്യൂജ് ഇമ്പാക്റ്റ്. നിങ്ങൾ പേഷ്യൻസ് പഠിക്കും. നിങ്ങൾ കറക്റ്റ് ലെവലിൽ മാത്രം ട്രേഡ് എടുക്കും. ഇമ്പൾസീവായിട്ട് ഇമോഷൻ എടുത്ത് ട്രേഡ് എടുക്കുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും. സോ ദിസ് ഈസ് വൺ ഓഫ് ദി ടിപ്പ് ഫോർ ദോസ് ഗൈസ് ഹു ബ്ലോ അപ്പ് ദെയർ അക്കൗണ്ട്സ്.